ഇത് അന്വേഷിക്കുന്ന CMന്റെ ഓഫീസ് ശ്രദ്ധിക്കേണ്ട കാര്യം. എങ്ങനെ പോലീസ് സ്വർണം കസ്റ്റഡിയിൽ എടുക്കുന്നത്? എന്ത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ കസ്റ്റഡിയിൽ എടുക്കുന്നത്? 102 CRPC. എന്താണ് 102 CRPC? ഏത് മലയാളത്തിലും കടിച്ചു നോക്കിയാൽ കാണാം. ഒരു അങ്ങാടിയിൽ ഒരാളെ കണ്ടു, ഓനെ വെറുതെ എന്താ ഇവിടെ നിൽക്കുന്നത്, എന്താ കാര്യം ചോദിക്കും, ഓനെ തപ്പിപ്പിടുത്തം വന്നു. കയ്യിൽ ബാഗ് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു വാച്ചോ അല്ലെങ്കിൽ വില കൂടി എന്തെങ്കിലും കണ്ടു. പോലീസിന് സംശയാസ്പദമായി തോന്നുമ്പം കളവ് മുതലെന്ന ധാരണയിൽ പോലീസിന് ആ വ്യക്തിയെയും ആ മുതലും കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് 102 CRPC. ഈ കേസ് മുഴുവൻ എടുത്തത് 102 CRPC-യിലാണ്. ഇതെങ്ങനെയാണ് അവർ സംശയിക്കുന്നത് കളവ് മുതലാണെന്ന്? ഇത് ആ പാസഞ്ചർ കയ്യിൽ അയാൾ വന്ന പാസ്പോർട്ട് ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്, അയാൾ വിദേശത്ത് വന്നാണ്. അയാളിത് കളവായി കൊണ്ടുവന്നല്ല, അയാൾ ടാക്സ് വെട്ടിച്ച് കടത്തിയതാണ്. സ്വർണം അങ്ങോട്ട് കൊണ്ടുവരുന്നതിൻ്റെ യാതൊരു നിയമ തടസ്സമില്ലല്ലോ. മയക്കുമരുന്ന് വില ബാൻ ചെയ്യപ്പെട്ട സാധനമല്ല സ്വർണം. ആർക്ക് വേണമെങ്കിലും സ്വർണം കൊണ്ടുവരാം. കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ടാക്സ് അടക്കണം. ആ ടാക്സാണ് ഇവർ വെട്ടിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് കളവ് മുതലല്ല, കോടതിയിൽ നിൽക്കില്ല. എന്നാൽ പിന്നെ പുറത്തെത്തിയാൽ എന്താ ചെയ്യേണ്ടത്? അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കസ്റ്റംസിനെ അറിയിച്ചില്ല. എന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ഈ സാധനം ഈ പ്രതിയെ നേരെ അവിടെ കൊണ്ട് ഏൽപ്പിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുപോലെ ഇവർ ഈ പ്രതിയെയും കൂട്ടിപ്പോയി ഓൻ്റെ ട്രൗസറും ഷെഡി അഴിച്ച് അത് ഉരുക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ട്രൗസറും ഷെഡി ആളെയും കൂട്ടിയിട്ട് നേരെ കസ്റ്റംസ് കൊണ്ടുപോയി വെച്ചാൽ മതി. അവർ ചെയ്യേണ്ട പണിയാണ്. അതിനവർക്ക് സംവിധാനമുണ്ട്. എന്തിനാണ് പണി ഈ പോലീസ് ചെയ്യുന്നത്? പോലീസിന് എന്ത് ഉത്തരവാദിത്തം ഇതിൽ? അവിടെയാണ് ഇതിൻ്റെ കള്ളത്തരം. അവിടെയാണ് കള്ളത്തരം. ഡയറക്റ്റ് ഇൻഫോം ചെയ്ത് അതിൻ്റെ റിവാർഡ് വാങ്ങുന്നതിന് പകരം ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ഇവരുടെ കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി അടിച്ച് കുത്തി നശിപ്പിച്ച് ഇവർക്ക് ആവശ്യമായ സ്വർണ്ണം എടുത്ത് അത് കഴിഞ്ഞ് കോടതിയിൽ കൊണ്ട് ഹാജരാക്കുകയാണ്. ഒരൊറ്റ കേസ് നിൽക്കില്ല എന്നാണ് വക്കീൽമാർ പറഞ്ഞത്. കാരണം എന്താ അറിയോ? ഇവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ സാധാരണ കള്ളന്മാരെ പിടിച്ചാൽ പോലീസ് 161 സ്റ്റേറ്റ്മെൻറ്റാണ് എടുക്കുക. ആ കടലാസിൻ്റെ വിലയുള്ളൂ ഇന്ത്യയിലെ നിയമത്തിനത്. കാരണം നമ്മളതിൽ ഒപ്പിടിക്കുന്നില്ല. അവരിങ്ങനെ പറഞ്ഞു കൊടുക്കും, പോലീസുകാർ പറയും, ആ മൊഴി അവനങ്ങ് എഴുതും. ഇത് എൻ്റെ സ്വന്തം മൊഴി അവിടെ വെക്കും. കോടതിയിൽ പുല്ല് വിലയില്ല. അതുകൊണ്ടാണ് 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. എന്തിന്? കോടതിയിൽ പോയിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് അത് വാലിഡാണ്. പക്ഷേ കസ്റ്റംസ് ആക്ടിൽ കസ്റ്റംസ് ആക്ട് 102, 108 പ്രകാരമുള്ള സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ 161 സ്റ്റേറ്റ്മെൻറ്റ് പോലീസിന് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ അത് കോടതിയിൽ വാലിഡ് അല്ല. അത് കോടതിൻ്റെ ഡിസ്ക്രിഷനാണ്. അത് എടുക്കണോ വേണ്ടതെന്ന് കോടതിക്ക് തീരുമാനിക്കാം. പക്ഷേ കസ്റ്റംസിലേക്ക് ഇതെത്തി കസ്റ്റംസ് ഈ സ്വർണം കൊടുക്കുന്നവൻ്റെ മൊഴിയെടുത്താൽ അത് കസ്റ്റംസ് ആക്ട് 108 ആണ്. 108 എഴുതി മൊഴി എഴുതി ഒപ്പിട്ട് കൊടുക്കണം. 161 ഒപ്പിടലില്ല. ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ അതേ കാര്യം കോടതി അതേപോലെ അക്സെപ്റ്റ് ചെയ്യുക. ആ പ്രതിയെ സംബന്ധിച്ച് പിന്നെ അതിന് മാറ്റി പറയാൻ കഴിയില്ല. മാറ്റി പറഞ്ഞിട്ട് ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. അപ്പോൾ അത് ചെയ്യുന്ന കസ്റ്റംസാണ്. അത് ചെയ്യേണ്ടത് കസ്റ്റംസാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന 168, 70 കേസും വിട്ടുപോകുമെന്നാണ് പറയുന്നത്. പലതും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ കേസും നിൽക്കില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നും ഞാനൊരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പി ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അതുവരെ ഉന്നയിച്ചത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്നൊരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇങ്ങനെയുണ്ടോ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കൽ? എന്തുദ്ദേശത്തിലാണ് ഈ തെറ്റിദ്ധരിപ്പിക്കൽ? തെറ്റിദ്ധരിപ്പിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നിന്ന് പറയിപ്പിച്ചതാ. എന്താണ് ആ റിപ്പോർട്ട്? അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഇവരെഴുതിണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്, ADGP അജിത് കുമാർ എഴുതിണ്ടാക്കി കൊടുത്ത റിപ്പോർട്ട്. ഈ 170 ആളെ കേസെടുത്തിട്ട് ഇന്ന് വരെ ഈ പറയുന്ന അന്വേഷണ ഏജൻസി ഇവരെ ആരുടെയും വീട് അന്വേഷിച്ച് പോയതായിട്ട് എൻ്റെ അറിവിലില്ല. ഇപ്പം മരമുറി കേസ് നടക്കണല്ലേ?
അന്വേഷണം നടക്കുക, വിജിലൻസിന് കൊടുത്തു. ഞാൻ 2 ദിവസമായിട്ടാണ് അതൊന്ന് അന്വേഷിക്കാൻ പറ്റിയത്. വിജിലൻസിൻ്റെ അന്വേഷണം സത്യസന്ധമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മരം ലേലത്തിന് മുറിച്ച് എടുത്തു കൊണ്ടുപോയ ആളുകൾ ഈ മരത്തിൻ്റെ കുറ്റി പോയി കണ്ടെങ്കിൽ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയാം ഏത് മരം മുറിച്ചത്, അന്ന് ഞങ്ങൾ ലേലത്തിന് എടുത്ത് പോയതാണ്. അപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുത്തു മരത്തിൻ്റെ കുറ്റി. എടുത്ത വ്യക്തി പറഞ്ഞു ഫോട്ടോ കണ്ടിട്ടൊന്നും എനിക്ക് മനസ്സിലാവില്ല, അവിടെ മരത്തിൻ്റെ കുറ്റി അവിടെ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി കാണിച്ചു തന്നാൽ ഞാൻ മുറിച്ച മരം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ആ മരം ലേലത്തിനെടുത്ത ആ വ്യക്തിയെ സൈറ്റിൽ കൊണ്ടുപോയി അത് ബോധ്യപ്പെടുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ നിമിഷം വരെ അരമണിക്കൂർ മുമ്പ് വരെ തയ്യാറായിട്ടില്ല. എന്ന് പറഞ്ഞാൽ മരമുറി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.